നമസ്കാരം. നമ്മുടെ മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് അർജുനൻ അഭിമന്യു മരിച്ചതറിഞ്ഞു. അദ്ദേഹം ദുഃഖവും കോപവും കൊണ്ട് വല്ലാത്ത ഒരവസ്ഥയിലായി. അദ്ദേഹം പാണ്ഡവരോട് എങ്ങനെയാണ് അഭിമന്യു മരിച്ചത്, ബാലനായിരുന്നു, അവന്റെ ഭാര്യയായ ഉത്തരയോട് ഞാൻ എന്ത് മറുപടി പറയും, അവന്റെ അമ്മയായ സുഭദ്രയോട് ഞാൻ എന്ത് മറുപടി പറയും, പാഞ്ചാലിയോട് എന്ത് മറുപടി പറയും എന്നറിയാതെ അദ്ദേഹം വല്ലാതെ മാനസികമായിട്ട് വിഷമിച്ചു, മോഹാലസ്യപ്പെട്ടു വീണു. ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ എടുത്ത് മടിയിൽ കിടത്തി വെള്ളമൊക്കെ മുഖത്ത് തളിച്ചു. കണ്ണു തുറന്ന അദ്ദേഹം വർദ്ധിച്ചു വന്ന ക്രോധത്തോടു കൂടി താൻ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ജയദ്രഥനെ വധിക്കും. കാരണം ജയദ്രഥനാണ് അഭിമന്യുവിന്റെ വധത്തിന് കാരണക്കാരൻ എന്ന് മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോ എത്രയും പെട്ടെന്ന് നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ജയദ്രഥനെ വധിക്കുമെന്ന് ശപഥം ചെയ്യുകയും ചെയ്തു. അപ്പോ ഒരു ശിബിരത്തിൽ നിന്ന് മറ്റൊരു ശിബിരത്തിലേക്ക് ചാരന്മാർ പോകാറുണ്ട്. അപ്പൊ ഇവിടെ ഈ സംസാരിക്കുന്ന വിഷയങ്ങൾ അടുത്ത ശിബിരത്തിൽ അവർ കൊണ്ട് കൊടുക്കും. അവിടെ സംസാരിക്കുന്ന വിഷയങ്ങൾ അവിടുന്ന് ഇവിടെയും കൊണ്ടുവന്ന് കൊടുക്കും. അപ്പൊ അങ്ങനെ ഈ അർജുനന്റെ ശപഥം കേട്ട് ചാരന്മാർ അത് കൗരവരുടെ ശിബിരത്തിൽ എത്തിച്ചു. അത് കേട്ട് ജയദ്രഥനാകെ പരിഭ്രാന്തിയായി. അല്ലെങ്കിൽ തന്നെ അറിയാം ജയദ്രഥന് അഭിമന്യുവിന്റെ വധത്തിന് കാരണക്കാരൻ താനാണെന്ന് അറിഞ്ഞാൽ തന്നെ ഒരിക്കലും ജീവനോട് അർജുനൻ വിടുകയില്ലെന്ന് ജയദ്രഥന് അറിയാം. അപ്പൊ അങ്ങനെ ജയദ്രഥനാകെ അസ്വസ്ഥനായി. അപ്പോൾ പാണ്ഡവ ശിബിരത്തിൽ പോയി വന്ന ചാരന്മാരാണ് അർജുനന്റെ ശബ്ദത്തെ പറ്റി ജയദ്രഥനെ അറിയിച്ചത്. ഇത് കേട്ട് പരിഭ്രമിച്ച ജയദ്രഥൻ ദുര്യോധനന്റെ അടുത്ത് ചെന്ന് ദുര്യോധനൻ മറ്റു രാജാക്കന്മാരുമായി പിറ്റേ ദിവസത്തെ യുദ്ധത്തെ കുറിച്ച് കൂടിയാലോചന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ജയദ്രഥൻ പറഞ്ഞു, ദുര്യോധന, നാളെ എന്നെ കൊല്ലുമെന്ന് അർജുനൻ ശപഥം ചെയ്തിരിക്കുന്നു. എല്ലാത്തിലും വലുതായി ഞാൻ കാണുന്നത് എന്റെ ജീവിതത്തെയാണ്. എനിക്ക് ജീവിക്കണം. അതുകൊണ്ട് ഞാൻ എന്റെ ഗ്രഹത്തിലേക്ക് മടങ്ങുകയാണ്. ജയദ്രഥന്റെ വാക്ക് കേട്ട് ദുര്യോധനും മറ്റുള്ളവരും എല്ലാം പൊട്ടിച്ചിരിച്ചു. ജയദ്രഥൻ എന്ന് പറഞ്ഞാൽ ദുര്യോധനന്റെ ഒരേ ഒരു സഹോദരിയുടെ ഭർത്താവാണ്, ദുശ്ശളയുടെ ഭർത്താവാണ്. ദുര്യോധനൻ പറഞ്ഞു, സൈന്ധവ, നീ ഇത്ര പേടിത്തൊണ്ടനായി പോയല്ലോ. വെറുതെ ഭ്രാന്ത് പറയാതെ. ഞങ്ങൾ ഇത്രയും മഹാരഥന്മാർ ഇവിടെ ഉള്ളപ്പോൾ നിന്നെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. ധൈര്യമായിരിക്കൂ. എന്നാൽ ജയദ്രഥന് സമാധാനം ഉണ്ടായില്ല. അവൻ നേരെ ദ്രോണാചാര്യരുടെ അടുത്തേക്ക് ചെന്നു. അർജുനെ പറ്റി തനിക്ക് ഭീതിയുള്ള വിവരം ദ്രോണാചാര്യരെ അറിയിച്ചു. ശിഷ്യന്മാരായ ദ്രോണാചാര്യർ പറഞ്ഞു, ജയദ്രഥ, നീയും അർജുനനും എന്റെ ശിഷ്യന്മാരാണ്. നിന്നെ പഠിപ്പിച്ചതൊക്കെ തന്നെ അവനെയും പഠിപ്പിച്ചു, അവനെ പഠിപ്പിച്ചതൊക്കെ തന്നെ നിന്നെയും പഠിപ്പിച്ചു. എന്നാൽ അവന്റെ നിരന്തരമായ അഭ്യാസം കൊണ്ട് അവൻ അതിൽ ചാതുര്യമുള്ളവനായി, നിന്നെക്കാൾ കേമനായി. ഏതായാലും നാളെ നിനക്ക് ആപത്തൊന്നും വരാത്ത വിധത്തിൽ പ്രത്യേക വ്യൂഹം ചമച്ച് നിന്നെ രക്ഷിക്കാം. നിന്റെ പൂർവികരുടെ യശസ് പാലിക്കത്തക്കവണ്ണം നീ യുദ്ധം ചെയ്യുക. മരണം ശൂരന്മാർക്കും ഭീരുക്കൾക്കും ഒരുപോലെ വന്നു ചേരുന്നതാണ്. യുദ്ധത്തിൽ വീരമൃത്യു പ്രാപിച്ചാൽ വീരസ്വർഗമാണ് ലഭിക്കുക. ഭയപ്പെടാതെ യുദ്ധം ചെയ്യുക. അർജുനന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ അർജുനോട് ചോദിച്ചു, വിജയ, നീ ഞങ്ങളോട് ആരോടും ചോദിക്കാതെ സത്യപ്രതിജ്ഞ എടുത്തത് സാഹസമായി പോയി. നിന്റെ പ്രതിജ്ഞയെ പറ്റി കൗരവർ അറിഞ്ഞു. നാളെ ജയദ്രഥനെ കാത്തു രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നടപടികൾ അവർ സ്വീകരിക്കും. ദ്രോണർ അതിന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. ഈ സ്ഥിതിക്ക് നിന്റെ സത്യം എങ്ങനെ പാലിക്കുമെന്ന് ആണ് എന്റെ സംശയം. ഇത് കേട്ട അർജുനൻ ഒട്ടും പരിഭ്രമിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, വാസുദേവ, ദ്രോണരും ദേവന്മാരും ഗന്ധർവന്മാരും അസുരന്മാരും എല്ലാവരും കൂടി വന്നാലും ഞാൻ നാളെ ജയദ്രഥനെ കൊല്ലും. ഞാൻ വില്ലാളിയാണ്. എന്റെ കയ്യിലുള്ളത് ദിവ്യമായ ഗാന്ധീവമാണ്. അങ്ങാണ് എന്റെ തേരാളി. പിന്നെ എന്തുകൊണ്ട് എനിക്ക് ജയദ്രഥനെ കൊന്നുകൂടാ? നിശ്ചയമായും ഞാൻ എന്റെ സത്യം പാലിക്കും. അഭിമന്യുവധം കൊണ്ട് കൗരവർ സന്തുഷ്ടരാണെങ്കിലും അർജുനനിൽ നിന്നുണ്ടാകുന്ന ആക്രമണത്തിന്റെ കാഠിന്യം ഓർത്ത് അവർ സംഭീതരായിരുന്നു. 14 ദിവസത്തെ യുദ്ധം അതികഠിനമായിരിക്കും എന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തി. എവിടെ അർജുനൻ, എവിടെ ഭീമൻ?
പാണ്ഡവരുടെ കഥ കഴിക്കും എന്നൊക്കെ ആക്രോശിച്ചുകൊണ്ട് കൗരവ സൈന്യം ശിബിരത്തിൽ നിന്ന് തിരിച്ചു യുദ്ധത്തിനായിട്ട്. ശുഭ്രവസ്ത്രം ധരിച്ച് വെള്ളത്തലക്കെട്ട് ശിരസിൽ അണിഞ്ഞ് ചുവന്ന കുതിരകളെ പൂട്ടിയ തേരിൽ മഹാഭുജനായ ദ്രോണർ കൗരവസേനയെ നയിച്ചു. യജ്ഞവേദിയും കൃഷ്ണമൃഗത്തിന്റെ തോലും ചിഹ്നമായുള്ള അദ്ദേഹത്തിന്റെ കൊടി തേരിന്റെ മുകളിലായി ആകാശത്തിൽ പാറിപ്പറന്നു. അത്ഭുതകരമായ വിധത്തിലാണ് അന്ന് ദ്രോണർ വ്യൂഹം ചമച്ചത്. 20 നാഴികയോളം നീളവും 10 നാഴികയോളം വീതിയും ഉണ്ടായിരുന്ന ആ വ്യൂഹത്തിന്റെ മുൻഭാഗം ശകടാകൃതിയിലും പിൻഭാഗം ചക്രാകൃതിയിലും പത്മാകൃതിയിലും ആയിരുന്നു. അതിന്റെ ഉള്ളിലാണ് ജയദ്രഥനെ നിർത്തിയിരുന്നത്. അവന്റെ സംരക്ഷണത്തിനായി ഭൂരിശ്രവസ്, അശ്വത്ഥാമാവ്, ശല്യർ, വൃഷസേനൻ, കൃപർ എന്നിവരെ നിയോഗിച്ചു. ദ്രോണർ വ്യൂഹത്തിന്റെ തലയ്ക്കൽ തന്നെ നിന്നു. കൗരവ വ്യൂഹ നിർമ്മാണം കഴിഞ്ഞപ്പോഴേക്കും കരയിലേക്ക് ആർത്തിരമ്പി വരുന്ന കടൽ പോലെ പാണ്ഡവസേനയും യുദ്ധത്തിനായി പാഞ്ഞെത്തി. ദുഷ്ടദ്യുമ്നനും നകുലനും കൂടി വ്യൂഹബന്ധം നടത്തി. നായകന്മാർക്കെല്ലാം പ്രധാന സ്ഥാനങ്ങളിൽ നില ഉറപ്പിക്കാനുള്ള സംവിധാനം ചെയ്തു. കൗരവരുടെ കണ്ണുകൾ പാണ്ഡവ സൈന്യത്തിന്റെ ഇടയിൽ അർജുനനെ പരതി നടന്നു. അല്പം കഴിഞ്ഞപ്പോൾ ശ്വേതവർണ്ണത്തിലുള്ള കുതിരകളെ പൂട്ടിയ, എന്താണ് ഈ ശ്വേതവർണ്ണം എന്ന് പറഞ്ഞാൽ വെളുത്ത കുതിരകൾ പൂട്ടിയ അർജുനന്റെ തേര് പാണ്ഡവസേനയുടെ മുന്നിലേക്ക് കൃഷ്ണൻ ഓടിച്ചു കൊണ്ടുവന്ന് നിർത്തി. അർജുനന്റെ കൊടിയടയാളം ആഞ്ജനേയനാണ്. ആഞ്ജനേയൻ എന്ന് പറഞ്ഞാൽ ഹനുമാനാണ്. ആഞ്ജനേയൻ വെറും കൊടിയടയാളമായിട്ടല്ല ആ കൊടിയിൽ കുടികൊണ്ടിരുന്നത്. ജീവനും ചൈതന്യവുമുള്ള ഹനുമാനായിട്ട് തന്നെയാണ് ആഞ്ജനേയൻ കൂടെ കൂടെ പ്രത്യക്ഷപ്പെട്ട് അട്ടഹസിക്കുമായിരുന്നു. അത് കേൾക്കുമ്പോൾ എതിരാളികൾ ഭയപ്പെടുകയും ചെയ്തിരുന്നു. അന്നും അപ്രകാരം തന്നെ സംഭവിച്ചു. അർജുനൻ തന്റെ ദേവദത്തം എന്ന ശംഖ് ഉച്ചത്തിൽ വിളിച്ചു. കൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കി. അതോടൊപ്പം എല്ലാവരെയും കിടിലം കൊള്ളിച്ചുകൊണ്ട് ആഞ്ജനേയന്റെ അട്ടഹാസവും കേൾക്കാമായിരുന്നു. ഇതെല്ലാം കേട്ട് കൗരവ സൈന്യം നടുങ്ങി. കൗരവ സേനയുടെ ഏറ്റവും മുന്നിൽ ഒരു വലിയ ആനപ്പട തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ നേരെ തേര് തെളിക്കാൻ അർജുനൻ ശ്രീകൃഷ്ണനോട് ആവശ്യപ്പെട്ടു. ശ്രീകൃഷ്ണൻ അപ്രകാരം ചെയ്തു. രഥം ഇളകി തുടങ്ങിയപ്പോഴേക്കും അർജുനൻ ആക്രമണം ആരംഭിച്ചു. അവന്റെ ശസ്ത്രപ്രയോഗം കൊണ്ട് മത്തേഭങ്ങളും അതിന് പുറത്തിരുന്ന സൈനികരും ഒന്നിച്ചു വീണു മരിക്കാൻ തുടങ്ങി. അർജുനനെ ലക്ഷ്യമാക്കി ധാരാളം അസ്ത്രങ്ങൾ എതിരാളികൾ ചൊരിഞ്ഞെങ്കിലും ഒന്നുപോലും അവന്റെ മേൽ കൊണ്ടില്ല. അതെല്ലാം വിദഗ്ധമായി അവൻ തടുത്തു. ക്ഷണനേരം കൊണ്ട് മുന്നിൽ പർവ്വതനിര പോലെ അണിനിരന്നിരുന്ന ആനക്കൂട്ടങ്ങളെയും മുഴുവനും തകർത്തു. അതുകൊണ്ട് ദുശാസനൻ അർജുനനെ എതിർക്കാനെത്തി. എന്നാൽ ദുശാസനൻ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വ്യൂഹത്തിനുള്ളിലേക്ക് കടന്നു കളഞ്ഞു. വ്യൂഹത്തിന്റെ തലപ്പത്ത് നിന്നിരുന്ന ദ്രോണർ ദുശാസനന്റെ ഓട്ടം കണ്ട് ഊറിച്ചിരിച്ചു. അർജുനൻ അടുത്തതായി തന്റെ നേരെയായിരിക്കും വരുന്നതെന്ന് ദ്രോണർക്ക് അറിയാം. കാരണം ജയദ്രഥൻ നിൽക്കുന്നിടത്ത് എത്തണമെങ്കിൽ ദ്രോണരെ കടന്നു പോകണമായിരുന്നു. അർജുനൻ ദ്രോണന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തിട്ട് പറഞ്ഞു, അങ്ങ് എന്റെ ഗുരുനാഥനും പിതൃതുല്യനുമാണ്. ഞാൻ അങ്ങയുടെ ശിഷ്യനും പുത്രതുല്യനുമാണ്. അങ്ങ് എന്നെ രക്ഷിക്കണം. ജയദ്രഥനെ കൊല്ലാൻ എനിക്ക് അനുവാദം തരണം. ദ്രോണർ ഇത് കേട്ടിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ ജയിച്ചല്ലാതെ ജയദ്രഥനെ കൊല്ലാൻ സാധ്യമല്ല. പിന്നെ ഒട്ടും മടിച്ചില്ല. അർജുനൻ ഗാന്ധീവം കയ്യിലെടുത്തു ഘോരമാരി കണക്കെ ശരം വർഷിച്ചു. ആർക്കും താങ്ങാൻ പറ്റാത്തതുപോലെ രണ്ടുപേരും ആർക്കും വഴങ്ങിയില്ല. രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് യുദ്ധം ചെയ്തു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അർജുന, നിന്റെ ലക്ഷ്യം വേറെയാണ്. ഇവിടെ വെറുതെ സമയം കളയാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അർജുനൻ ഉടൻ തന്നെ ദ്രോണരുമായുള്ള സംഘട്ടനം നിർത്തി അദ്ദേഹത്തെ ആദരവോടെ വലം വെച്ച് മുന്നോട്ട് നീങ്ങി. ദ്രോണർ മന്ദസ്മിതത്തോടെ ചോദിച്ചു, എതിരാളിയെ തോൽപ്പിച്ചല്ലാതെ മടങ്ങാറില്ലാത്ത അർജുനൻ എന്താണ് ഇങ്ങനെ പോകുന്നത്? ഉടനെ അർജുനൻ പറഞ്ഞു, അങ്ങ് എതിരാളിയല്ല, എന്റെ ആചാര്യനാണ്. അങ്ങയെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആരുമില്ല. ഇത്രയും പറഞ്ഞിട്ട് അർജുനൻ ജയദ്രഥനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. ജയദ്രഥനെ രക്ഷിക്കുകയായിരുന്നു അന്നത്തെ കൗരവരുടെ ദൗത്യം.
അന്ന് സൂര്യാസ്തമനത്തിനു മുമ്പ് ജയദ്രഥനെ വധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അർജുനൻ അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യും എന്നാണല്ലോ സത്യം ചെയ്തിരിക്കുന്നത്. അർജുനൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പാണ്ഡവപ്പട അനാഥമാകും. അവരെ തോൽപ്പിച്ച് തുന്നം പാടിക്കാം. ഇതായിരുന്നു ദുര്യോധനന്റെ ലക്ഷ്യം. അതുകൊണ്ട് സൂര്യാസ്തമനം വരെ ജയദ്രഥനെ സംരക്ഷിക്കാൻ തയ്യാറായി കൗരവ സൈന്യം 14 ദിവസത്തെ യുദ്ധം അങ്ങനെയാണ് ക്രമീകരിച്ചിരുന്നത്. ദ്രോണരെ വിട്ട് മുന്നോട്ട് നീങ്ങിയ അർജുനനെ ശ്രുതായുധൻ, കാംബോജൻ, കൃതവർമാവ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കേകയന്മാരും ഗോപാലന്മാരും കാംബോജന്മാരും വന്ന് തടഞ്ഞു. അർജുനന്റെ എതിരാളികളിൽ ശ്രുതായുധനൻ സാമാന്യക്കാരനായിരുന്നില്ല. അവൻ അപ്സരസായ പൂർണശാദേവിയുടെ പുത്രനായിരുന്നു. മകന് യൗവനാരംഭമായപ്പോൾ അവൻ അകാല മൃത്യു സംഭവിക്കരുതെന്ന് കരുതി അമ്മ വരുണനെ തപസ് ചെയ്തു. വരുണദേവൻ പ്രത്യക്ഷപ്പെട്ടു. തന്റെ പുത്രനെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കണമെന്ന് വരുണനോട് അപേക്ഷിച്ചു. വരുണൻ പറഞ്ഞു, ജനിച്ചാൽ മരിച്ചേ മതിയാകൂ. മരണത്തിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ നിന്റെ മകന് ആപത്ത് മരണം ഉണ്ടാകാതിരിക്കാൻ ഞാൻ വേണ്ടത് ചെയ്യാം. ഇതാ ഈ ഗദ അവൻ ധരിക്കട്ടെ. ഇത് ധരിച്ചാൽ അപകട മരണം ഉണ്ടാവുകയില്ല. അതുപയോഗിച്ച് ശത്രുക്കളെ കൊല്ലുകയും ചെയ്യാം. എന്നാൽ തന്നോട് യുദ്ധം ചെയ്യാത്ത ആരെയെങ്കിലും ഈ ഗദ കൊണ്ട് പ്രഹരിച്ചാൽ ഇത് തിരിച്ചു വന്ന് നിന്റെ മകനെ തന്നെ കൊല്ലാൻ ഇടയാകും. മനസ്സിലായത്? അതായത് തന്നോട് എതിരിടുന്ന ആളിനെ ആ ഗദ കൊണ്ട് അടിച്ചു കൊല്ലാം. തന്നോട് എതിരിടാത്ത ആളിനെ ഈ ഗദ കൊണ്ട് പ്രഹരിച്ചാൽ ആ ഗദ തിരിച്ചു വന്ന് നിന്റെ മകന്റെ ദേഹത്ത് തന്നെ കൊണ്ട് അവൻ മരിക്കും എന്നാണ് വരുണൻ കൊടുത്ത ആ ഗദയുടെ ഉദ്ദേശം. അപ്പോ പർണശാദേവിക്ക് ആ ഗദ സമ്മാനിച്ചിട്ട് വരുണൻ അപ്രത്യക്ഷനായി. അവർ അത് മകന് നൽകി. ശ്രുതായുധൻ എപ്പോഴും ആ ഗദ ധരിക്കുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ അർജുന ബാണങ്ങളേറ്റ് പുളഞ്ഞ ശ്രുതായുധൻ ഗദയെടുത്ത് അർജുനനെ പ്രഹരിച്ചു. ഈ ഗദയുടെ കഥ അറിയാമായിരുന്ന പാർത്ഥസാരഥി ആരാണ്? ശ്രീകൃഷ്ണൻ. അദ്ദേഹം ആ ഗദയുടെ നേർക്ക് വക്ഷസ്സു കാണിക്കയാൽ ഗദ കൃഷ്ണന്റെ നെഞ്ചിലാണ് കൊണ്ടത്. ശരിക്കും അർജുനനാണ് ശ്രുതായുധനെ അമ്പുകൊണ്ട് എയ്തത്. അപ്പൊ ശ്രുതായുധൻ ഗദ കൊണ്ട് അർജുനനെയാണ് അടിച്ചതെങ്കിലും ആ അടി കൊണ്ടത് ശ്രീകൃഷ്ണന്റെ വക്ഷസ്സിലാണ്, നെഞ്ചിലാണ്. ശ്രീകൃഷ്ണൻ ഈ ഗദയുടെ കഥ അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മനഃപൂർവ്വം തന്റെ വക്ഷസ് കാണിച്ചു കൊടുത്തതാണ്. കൃഷ്ണൻ ശ്രുതായുധനോട് യുദ്ധം ചെയ്യുന്ന ആളല്ലല്ലോ. ആകയാൽ വരുണഹിതപ്രകാരം ആ ഗദ ഭഗവാന്റെ നെഞ്ചിൽ കൊണ്ടിട്ട് ശ്രുതായുധന്റെ നേർക്ക് തിരിയുകയും അതിന്റെ പ്രഹരമേറ്റ് അവൻ മരിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ സൈന്യങ്ങളൊക്കെ നടുങ്ങി. എങ്കിലും കാംബോജൻ പിന്തിരിഞ്ഞില്ല. അവൻ പൂർവാധികം വാശിയോടെ അർജുനനോട് പോരാടി. അർജുനൻ വളരെയധികം സൈന്യങ്ങളെ വധിക്കുകയും അവസാനം കാംബോജ രാജാവിനെ വധിക്കുകയും ചെയ്തു. അതിനുശേഷം ബാക്കിയുള്ളവർ പിന്മാറി. അർജുനരഥം മുന്നോട്ട് നീങ്ങി. വിന്ധ്യ ഹിമാലയാദി പർവ്വത പ്രാന്തങ്ങളിലെ രാജാക്കന്മാരുടെ പ്രാകൃതരായ കാട്ടാള സൈന്യമാണ് പിന്നെ അർജുനനെ തടഞ്ഞത്. അവർ പ്രാകൃതരായിരുന്നെങ്കിലും അസ്ത്രവിദ്യയിൽ അതിസമർത്ഥരായിരുന്നു. ശ്രുതായുസ് എന്നും സത്യായുസ് എന്നും പേരുള്ള 2 രാജാക്കന്മാരാണ് അവർക്ക് നേതൃത്വം കൊടുത്തത്. അവരുമായി കനത്ത പോരാട്ടം തന്നെ അർജുനൻ നടത്തി. ഒരവസരത്തിൽ അവരിൽ നിന്നുള്ള അമ്പേറ്റ് അർജുനൻ മോഹാലസ്യപ്പെടുകയുണ്ടായി. അർജുനനെ കൊന്നുവന്ന് എതിരാളികൾ ആർത്തട്ടഹസിച്ചു. എന്നാൽ ഭഗവാൻ ശീതോപചാരം ചെയ്ത് അർജുനനെ ഉണർത്തുകയും അർജുനൻ പൂർവാധികം ഉന്മേഷത്തോടെ ശത്രുക്കളെ ആക്രമിക്കുകയും ചെയ്തു. അതോടെ ശത്രുക്കൾ മരിച്ചു വീഴാൻ തുടങ്ങി. ശ്രുതായുസ്സും സത്യായുസ്സും മരിച്ചു വീണു. അർജുനരഥം വീണ്ടും മുന്നോട്ട് നീങ്ങി. അപ്പൊ ഓരോരോ മഹാരഥന്മാരും വീരന്മാരുമായ ശത്രുക്കളെ കൊന്നിട്ട് ജയദ്രഥന്റെ അടുത്തേക്ക് അർജുനന്റെ രഥം ശ്രീകൃഷ്ണൻ ഓടിച്ചുകൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 2 ശ്രുതായുസിനെയും സത്യായുസിനെയും കൊന്നു. അപ്പോ ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം. നമസ്കാരം.